ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് TDSലെ ബാക്കി കുറച്ച് കോൺഫിഗറേഷൻസ് നമ്മൾ നോക്കാനുണ്ടായിരുന്നു. സോ നമുക്ക് ആ TDSന്റെ കോൺഫിഗറേഷൻസ് നമുക്ക് നോക്കാം. അത് കൂടാണ്ട് തന്നെ നമുക്ക് TDSന്റെ എൻട്രീസും കൂടെ നമുക്ക് ഇടാനുണ്ട്. അപ്പൊ നമുക്ക് ആ TDSന്റെ എൻട്രീസും കൂടി ഇട്ട് കഴിഞ്ഞാല് നമ്മൾ ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എവിടം വരെ എന്ന് വെച്ചാൽ ചെക്ക് റെസിപ്പിയൻ ടൈപ്പ് വരെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ചെക്ക് റെസിപ്പിയൻ ടൈപ്പ് വരെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഇനി അടുത്ത കോൺഫിഗറേഷൻ എഴുതിക്കൊള്ളുക. ഡിഫൈൻ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ്സ്. ഡിഫൈൻ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ്സ്. ഡിഫൈൻ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ്സ്. ടി കോഡ് എന്താണ്? സെയിം തന്നെയാണ്, നമ്മൾ ഇന്നലെ പഠിച്ചത് തന്നെ. SPRO ആണ് ടി കോഡ് വരുന്നത്. ഓക്കെ, SPRO ആണ് ടി കോഡ്. ഓക്കെ, അപ്പൊ SPRO നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. എന്താ ടാക്സ് കോഡ്? അറിയാലോ, നമ്മൾ GST പഠിച്ചിട്ടില്ലേ? എന്താ ടാക്സ് കോഡ് എന്ന് പറഞ്ഞാല്? ടാക്സ് കോഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ടാക്സ് റേറ്റ്സ് അല്ലെ. ഈ ടാക്സ് റേറ്റ്സ് നമ്മൾ GSTയിലൊക്കെ അസൈൻ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? TDS നമുക്ക് ടാക്സ് റേറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് TDS റേറ്റ് നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ് എവിടെ? നമ്മളുടെ ഈ ഒരു സ്റ്റെപ്പിനകത്ത്. സോ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ SAP ദിസ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാൻ പോവാണ് SPRO. അപ്പൊ SPRO നമ്മൾ SAP റെഫറൻസ് IMG എടുക്കുന്നു. അതിനകത്ത് നമ്മൾ ഇന്നലെ ഫോളോ ചെയ്ത പാത്ത് തന്നെയാണ്. നമ്മൾ ഇന്നലെയൊക്കെ കഴിഞ്ഞ ക്ലാസ് നോക്കിയ പാത്ത് തന്നെയാണ്. അതിനകത്ത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വ്യൂ എടുത്തു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഗ്ലോബൽ സെറ്റിംഗ്സ് വ്യൂ എടുത്തു, പിന്നെ അതിനകത്ത് വിത്ത്ഹോൾഡിംഗ് ടാക്സ് എടുത്തു, പിന്നെ അതിനകത്ത് എക്സ്റ്റെൻഡഡ് വിത്ത്ഹോൾഡിംഗ് ടാക്സ് ഇവിടെ വരെ സെയിം ആണ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് വിത്ത്ഹോൾഡിംഗ് ടാക്സ് വരെ സെയിം ആണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. ഓക്കെ, എക്സ്റ്റെൻഡഡ് വിത്ത്ഹോൾഡിംഗ് ടാക്സ് വരെ സെയിം ആണ്. ഓക്കെ, അതിനകത്ത് കാൽക്കുലേഷൻ എടുക്കാം. എന്താണ് കാൽക്കുലേഷൻ എടുക്കാം. അതിനകത്ത് വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ് എടുക്കാം. വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ്. അതിനകത്ത് ഡിഫൈൻ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ്സ് എടുക്കാം. ഡിഫൈൻ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ്സ്. കാൽക്കുലേഷൻ, പിന്നെ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ്, ഡിഫൈൻ വിത്ത്ഹോൾഡിംഗ് ടാക്സ്, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ നമ്മൾക്ക് കൺട്രി കീ ചോദിക്കും. കൺട്രി കീ എന്നുള്ളത് IN അടിച്ചു കൊടുക്കാം. എന്നിട്ട് എൻ്റർ അടിക്കാം. എന്താ ചെയ്യണ്ടേ? നമ്മൾ പുതിയ റേറ്റ് ഡിഫൈൻ ചെയ്യണം അല്ലെ. അപ്പൊ പുതിയ റേറ്റ് ഡിഫൈൻ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ന്യൂ എൻട്രീസ് കൊടുക്കാം. എന്താണ് ന്യൂ എൻട്രീസ്? ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് വിത്ത്ഹോൾഡിംഗ് ടാക്സ് ടൈപ്പ് ആണ്. എന്താണ് വിത്ത്ഹോൾഡിംഗ് ടാക്സ് ടൈപ്പ്? ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ടാക്സ് ടൈപ്പ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? ഇൻവോയ്സ് പോസ്റ്റിംഗിന്റെ ടാക്സ് ടൈപ്പും പേയ്മെന്റ് പോസ്റ്റിംഗിന്റെ ടാക്സ് ടൈപ്പ്. അങ്ങനെ രണ്ട് ടാക്സ് ടൈപ്പുകളാണ് നോക്കിയത്. അപ്പൊ ആദ്യം നമുക്ക് ഇൻവോയ്സ് പോസ്റ്റിംഗിന് നോക്കാം. ഇൻവോയ്സ് പോസ്റ്റിംഗ് എന്തായിരുന്നു? N8 ആയിരുന്നു. എന്താ ടാക്സ് ടൈപ്പ്? ഇൻവോയ്സ് പോസ്റ്റിംഗ്. ഓക്കെ, അതിനുശേഷം വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ് എന്നുള്ളിടത്ത് ഒരു ഐഡന്റിഫിക്കേഷൻ കീ കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ I8 എന്നാണ് കൊടുക്കുന്നത്. വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ് എന്നുള്ളിടത്ത് I8 എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡന്റിഫിക്കേഷൻ കീ കൊടുക്കാം. അതിനുശേഷം ഒഫീഷ്യൽ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കീ എന്നാണ് കാണാം. അവിടെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് എനിക്ക് തോന്നുന്നു കമ്പനി കോഡ് തന്നെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പൊ നമ്മുടെ കമ്പനി കോഡ് തന്നെ ഒഫീഷ്യൽ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കീ കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് അതായിരുന്നു, ഡിഫൈൻ ഒഫീഷ്യൽ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കീ. ഓർമ്മയില്ലേ? ഡിഫൈൻ ഒഫീഷ്യൽ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കീ എന്നുള്ള സ്റ്റെപ്പ് അതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത സംഭവം തന്നെയാണ്. സോ ഇവിടെ ഒഫീഷ്യൽ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കീ അവിടെ നമ്മുടെ കമ്പനി കോഡ് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ അവിടെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ TDS എന്തിന്റെ മേലുള്ള TDS ആണെന്ന് കൊടുക്കുക. എന്തിന്റെയാ? റെന്റ് ഓൺ ബിൽഡിംഗ് എന്നുള്ളതിന്റെയാണ് TDS നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത്. അപ്പൊ റെന്റ് ഓൺ ബിൽഡിംഗ് എന്ന് കൊടുക്കുക. ബിൽഡിംഗ് റെന്റിന്റെ മേലെ TDS ഡിഡക്ട് ചെയ്യുക. അപ്പൊ റെന്റ് ഓൺ ബിൽഡിംഗ് എന്ന് കൊടുക്കുന്നു. ഹൈഫൻ നിങ്ങളുടെ കമ്പനി കോഡ് കൊടുക്കുക. അപ്പൊ എന്റെ കമ്പനി കോഡ് NI78 ആണ്. അപ്പൊ ഞാൻ അവിടെ എന്താണ് എന്റെ കമ്പനി കോഡ് കൊടുക്കും.
അതിനുശേഷം പെർസെന്റേജ് സബ്ജക്ട് ടു ടാക്സ് എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ടാക്സ് റേറ്റ് ഇവിടെ നിങ്ങൾ 100 കൊടുക്കുക. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ട 100% ആണ്. പെർസെന്റേജ് സബ്ജക്ട് ടു ടാക്സ് എന്ന് വെച്ചാല് ഈ ബേസ് എമൗണ്ട് എന്ന് പറയുന്നതില്ലേ, ബേസ് എമൗണ്ട് ഫുൾ ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 100% കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 50,000 റെന്റ് പേ ചെയ്താൽ ആ 50,000 മേലെ തന്നെയായിരിക്കും എന്ത് ചെയ്യേണ്ടത്, TDS ഡിഡക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ 100% എന്നാണ് കൊടുക്കുന്നത്. ജസ്റ്റ് 100 ടൈപ്പ് ചെയ്താൽ മതി, പെർസെന്റേജ് ഓൾറെഡി അവിടെ ഉണ്ട്. ജസ്റ്റ് 100 മാത്രം ടൈപ്പ് ചെയ്യാം. എന്നിട്ട് പോസ്റ്റിംഗ് ഇൻഡിക്കേറ്റർ എന്നുള്ളിടത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് ആണ് ആദ്യത്തത്. ഓക്കെ, സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് ഫസ്റ്റ് കാണാൻ പറ്റും നിങ്ങൾക്ക്. സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് അത് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കാണാം 1 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. 1 എന്ന് കൊടുത്താലും മതി, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് എന്നുള്ളത് കൊടുക്കാം. സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ്. അതിനുശേഷം കാൽക്കുലേഷൻ അവിടെ വിത്തോൾഡിംഗ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ റേറ്റ് ഇട്ട് കൊടുക്കുക, TDS റേറ്റ് ഇട്ട് കൊടുക്കുക. എത്ര TDS റേറ്റ് വേണ്ടത്? സപ്പോസ് 10% ആണെന്നിരിക്കും. അപ്പൊ ഇവിടെ 10 എന്ന് പറഞ്ഞു കൊടുക്കും. 10% ആണ്. ഇവിടെ 10 എന്ന് കൊടുക്കും. പെർസെന്റേജ് ചിഹ്നം ഇടണ്ട, ജസ്റ്റ് 10 എന്ന് കൊടുക്കുക. മതി, 10 എന്ന് കൊടുക്കുക. പെർസെന്റേജ് ഇടണ്ട, ജസ്റ്റ് 10 എന്നിട്ട് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റേതും കൂടെ ചെയ്യണം. ഏതാ, നമ്മുടെ പേയ്മെന്റ് പോസ്റ്റിംഗ് കൂടെ ചെയ്യാറുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് എൻട്രി കൊടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് എൻട്രി കൊടുക്കാം. ക്യാൻസലിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എൻട്രി കാണാം, അവിടെ കൊടുക്കാം. എന്നിട്ട് വിത്തോൾഡിംഗ് ടാക്സ് വീണ്ടും ചോദിക്കും. ഇവിടെ നമ്മൾ പേയ്മെന്റ് പോസ്റ്റിംഗിനെയാണ് കൊടുക്കേണ്ടത്. പേയ്മെന്റ് പോസ്റ്റിംഗിന് N9 ആയിരുന്നു. അപ്പൊ N9 എന്നുള്ളത് കൊടുക്കുക. വിത്തോൾഡിംഗ് ടാക്സ് കോഡ് എന്നുള്ളിടത്ത് ഞാൻ I9 ആണ് കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എന്താ, റെന്റ് ഓൺ ബിൽഡിംഗ് എന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിക്ക് മുന്നേ ഒഫീഷ്യൽ വിത്തോൾഡിംഗ് ടാക്സ് കീ കൊടുക്കണം, NI-17. ഇതൊക്കെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെയാണ്. പിന്നെ പെർസെന്റേജ് സബ്ജക്ട് ടു ടാക്സ് 100. പോസ്റ്റിംഗ് ഇൻഡിക്കേറ്റർ 1, അതായത് സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ വിത്തോൾഡിംഗ് ടാക്സ് റേറ്റ് എന്നുള്ളിടത്ത് എന്ത് ചെയ്യാം, 10 എന്ന് കൊടുക്കുക. പെർസെന്റേജ് 10 ആയതുകൊണ്ട് 10 എന്ന് കൊടുക്കുക. അതിനുശേഷം ഇത് രണ്ടും ചെയ്തതിനു ശേഷം, അതായത് ഇൻവോയ്സ് പോസ്റ്റിംഗിന്റെയും പേയ്മെന്റ് പോസ്റ്റിംഗിന്റെയും ടാക്സ് കോഡ് ഡിഫൈൻ ചെയ്തതിനു ശേഷം സേവ് ചെയ്യുക. എന്താ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്, ഡിഫൈൻ വിത്തോൾഡിംഗ് ടാക്സ് കോഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഡിഫൈൻ വിത്തോൾഡിംഗ് ടാക്സ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ എന്ത്, നമ്മുടെ വിത്തോൾഡിംഗ് ടാക്സ് കോഡ് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റെപ്പ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡിഫൈൻ വിത്തോൾഡിംഗ് ടാക്സ് കോഡ് ഓക്കെ അല്ലേ? ഫാത്തിമ ദിന ഓക്കെ ആണോ? ഓക്കെ. സോ അതാണ് നമ്മുടെ 8th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഡിഫൈൻ വിത്തോൾഡിംഗ് ടാക്സ് കോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് അസൈൻ വിത്തോൾഡിംഗ് ടാക്സ് ടൈപ്സ് ടു കമ്പനി കോഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക, അസൈൻ വിത്തോൾഡിംഗ് ടാക്സ് ടൈപ്സ് ടു കമ്പനി കോഡ്. അസൈൻ വിത്തോൾഡിംഗ് ടാക്സ് ടൈപ്സ് ടു കമ്പനി കോഡ്. അതായത് നമ്മൾ 4th സ്റ്റെപ്പിലും 5th സ്റ്റെപ്പിലും ടാക്സ് ടൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ ആ ടാക്സ് ടൈപ്പ് കമ്പനി കോഡിൽ അസൈൻ ചെയ്യണം. നമ്മൾ ചുമ്മാ ഒരു ടാക്സ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടൊന്നല്ലാണ്ട് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കമ്പനി കോഡുമായിട്ട് അസൈൻ ചെയ്തിട്ടില്ല. നമ്മൾ അതിനി അസൈൻ ചെയ്യാൻ പോകുന്നത് അസൈൻ വിത്ത് ഓൾ ടാക്സ് ടൈപ്സ് ടു കമ്പനി കോഡുമാണ്. സെയിം ടി കോഡ് തന്നെയാണ് SPRO, പാത്തും സെയിം തന്നെയാണ് അൺടിൽ എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ് വരെ. എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ് വരെ പാത്ത് സെയിം ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെറിയൊരു വ്യത്യാസമുള്ളത്. സോ ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതി. ഓക്കെ, ബാക്ക് അടിക്കാം. അപ്പൊ നമ്മുടെ SPROന്റെ ഇതിനകത്ത് നമ്മൾ എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ് വരെ സെയിം ആണ്. ഓക്കെ, എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ് വരെ സെയിം ആണ്. ഇതിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് പിന്നീട് എന്താന്ന് വെച്ചാൽ കമ്പനി കോഡാണ്. എന്താണ് കമ്പനി കോഡ്? എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ് കഴിഞ്ഞിട്ട് കമ്പനി കോഡ്. അതിനകത്ത് അസൈൻ വിത്തോൾഡിംഗ് ടാക്സ് ടൈപ്സ് ടു കമ്പനി. നമ്മുടെ സ്റ്റെപ്പിന്റെ പേര് അസൈൻ വിത്തോൾഡിംഗ് ടാക്സ് ടൈപ്സ് ടു കമ്പനി കോഡ്. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് ചെയ്യാം, ന്യൂ എൻട്രീസ് കൊടുക്കുക കേട്ടോ. എന്ത് കൊടുക്കുക, ന്യൂ എൻട്രീസ്. ആദ്യം നമ്മുടെ കമ്പനി കോഡ് അടിച്ചു കൊടുക്കുക. കമ്പനി കോഡ് എന്താ, NI-78. NI-78 കൊടുക്കുന്നു. അതിനുശേഷം വിത്തോൾഡിംഗ് ടാക്സ് ടൈപ്പ് എന്നുള്ളത് ചോദിക്കും. അവിടെ നമ്മുടെ വിത്തോൾഡിംഗ് ടാക്സ് ടൈപ്പ് കൊടുക്കുക. ആദ്യം നമുക്ക് ഇൻവോയ്സ് പോസ്റ്റിംഗിന് ചെയ്യാം, N8. ആദ്യം ഇൻവോയ്സ് പോസ്റ്റിംഗിന് ചെയ്യാം. അതിനുശേഷം റെസിപ്പിയന്റ് ടൈപ്പ് നമ്മൾ 7ാമത്തെ സ്റ്റെപ്പിൽ ചെയ്തില്ലായിരുന്നോ? റെസിപ്പിയന്റ് ടൈപ്പ് എന്തായിരുന്നു,
CO. ഓർമ്മയിലെ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് CO ആണ് നമ്മൾ കൊടുത്തിരുന്നത്. CO എന്ന് കൊടുക്കാം. അതിനുശേഷം വിത്തോൾഡിംഗ് ടാക്സ് ഏജ് എന്ന് പറഞ്ഞൊരു ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തേക്കാം. വിത്തോൾഡിംഗ് ടാക്സ് ഏജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് വിത്തോൾഡിംഗ് ടാക്സ് ഒബ്ലിഗേറ്റഡ് ഫ്രമും ഒബ്ലിഗേറ്റഡ് അൺടിൽ എന്നുമാണ് രണ്ട് ഓപ്ഷൻസ് കാണാം. ഇവിടെ നിങ്ങൾ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഏത് ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്? നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഡേറ്റ്. സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ 1st April 2025 ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ഡേറ്റ് കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കുക? 1st April 2025 എന്ന് പറഞ്ഞ് വിത്തോൾഡിംഗ് ടാക്സ് ഒബ്ലിഗേറ്റഡ് ഫ്രം എന്ന് പറഞ്ഞ് ഡേറ്റ് കൊടുക്കുക. അൺടിൽ ചോദിക്കുന്നിടത്ത് നമ്മളുടെ വർഷത്തിന്റെ ലാസ്റ്റ് ഡേറ്റ്, അതായത് ഫിനാൻഷ്യലിന്റെ എൻഡിങ് ഡേറ്റ് ഏതാ? 31st March 2026 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒബ്ലിഗേറ്റഡ് ഫ്രം എന്നുള്ളത് 1st April 2025 കൊടുക്കുക. അൺടിൽ എന്നുള്ളത് 31st March 2026 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുക. ഈ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് എൻട്രി കൊടുത്ത് പേയ്മെന്റ് പോസ്റ്റിംഗ് കൂടെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് പേയ്മെന്റ് പോസ്റ്റിംഗ് കൂടെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് എൻട്രി കൊടുക്കാം. വീണ്ടും സെയിം തന്നെ കൊടുക്കാം. ആദ്യം നമ്മുടെ കമ്പനി കോഡ് കൊടുക്കാം. അതിനുശേഷം വിത്തോൾഡിംഗ് ടാക്സ് ടൈപ്പ് ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത ഇൻവോയ്സ് പോസ്റ്റിംഗ് ആണ്. ഇവിടെ നമ്മൾ പേയ്മെന്റ് പോസ്റ്റിംഗിന്റെ വിത്തോൾഡിംഗ് ടാക്സ് N9 ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരുന്നത്. അപ്പൊ N9 എന്ന് പറഞ്ഞിട്ട് വിത്തോൾഡിംഗ് ടാക്സ് ടൈപ്പ് കൊടുക്കുക. പിന്നെ റെസിപ്പിയന്റ് ടൈപ്പിന്റെ അവിടെ CO എന്ന് പറഞ്ഞു കൊടുക്കുക, കമ്പനി. പിന്നെ വിത്തോൾഡിംഗ് ടാക്സ് ഏജ് ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വിത്തോൾഡിംഗ് ടാക്സ് ഒബ്ലിഗേറ്റഡ് ഫ്രം 1st April 2025 ഒബ്ലിഗേറ്റഡ് അൺടിൽ നമ്മുടെ ഫിനാൻഷ്യൽ എൻട്രി ഡേറ്റ് കൊടുക്കാം. അത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് രണ്ടും കൊടുത്തതിന് ശേഷം ഏത് നമ്മുടെ ഇൻവോയ്സ് പോസ്റ്റിംഗിന്റെയും പേയ്മെന്റ് പോസ്റ്റിംഗും അസൈൻ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. അത്രേ ഉള്ളൂ. സേവ് ചെയ്യുമ്പോൾ എന്താ റിക്വസ്റ്റ് കൊടുക്കുക? അസൈൻ വിത്തോൾഡിംഗ് ടാക്സ് കോഡ് ടു കമ്പനി കോഡ്. Assign withholding tax code, tax key to company. Tax key tax types ആണ്. Tax types to company എന്ന് പറഞ്ഞു കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ. എന്നിട്ട് 2 പ്രാവശ്യം എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മള് കമ്പനി കോഡിൽ നമ്മുടെ വിത്തോൾഡിംഗ് ടാക്സ് ടൈപ്പുകൾ അസൈൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അസൈൻ ചെയ്യാൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ വളരെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണ്. എന്നാലും നമുക്ക് കുറച്ച് കോൺഫിഗറേഷൻ ഉണ്ട്. അടുത്ത കോൺഫിഗറേഷൻ ഓട്ടോവാ നമ്മുടെ 10ാമത്തെ കോൺഫിഗറേഷൻ. അപ്പൊ അടുത്ത കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആക്ടിവേറ്റ് എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ആക്ടിവേറ്റ് എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ്. ആക്ടിവേറ്റ് എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ്. ടി കോഡ് വരുന്നത് SPRO. ടി കോഡ് എന്താണ്? ആക്ടിവേറ്റ് എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ്. അപ്പൊ നമ്മൾ വിത്തോൾഡിംഗ് ടാക്സ് എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ് നമ്മൾ എന്ത് ചെയ്യാണ്? ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എന്നാൽ മാത്രം നമുക്ക് TDS പ്രോപ്പർ ആയിട്ട് വരത്തുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം എവിടെ വരാന്നുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യാം? SPROയിൽ നിന്നും നമുക്ക് കമ്പനി കോഡ് വരെ സെയിം ആണ്. ഓക്കെ, ഇവിടെ വരെ സെയിം ആണ്. ഓക്കെ, നമ്മുടെ SPRO തൊട്ട് കമ്പനി കോഡ് വരെ സെയിം ആണ്. അതിനകത്ത് തൊട്ട് താഴെ ഒരു ഓപ്ഷൻ കാണാം, ആക്ടിവേറ്റ് എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ്. നമ്മുടെ നേരത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് തൊട്ട് താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും ആക്ടിവേറ്റ് എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ്. ജസ്റ്റ് അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ആദ്യം പൊസിഷൻ കൊടുക്കാം. എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം പൊസിഷൻ കൊടുക്കാം. നമ്മുടെ കമ്പനി കോഡ് അടിച്ചു കൊടുക്കാം. കമ്പനി കോഡ് അടിച്ചു കൊടുത്തതിനു ശേഷം എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചതിന് ശേഷം എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്ത് ചെയ്ത് കൊടുക്കാം? എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ടിടത്തും ടിക്ക് ചെയ്ത് കൊടുക്കാം. രണ്ടാണോ? ഒരു മിനിറ്റ്, ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണേ ഉള്ളൂ. നമ്മുടെ NI 78 മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, NI 78 മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യുക. അത്രേ ഉള്ളൂ, ചെറിയ സ്റ്റെപ്പ്. അപ്പൊ കാണാം യു ആർ ആക്ടിവേറ്റിംഗ് ദ എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ് ഫംഗ്ഷൻസ് കൊണ്ട് മെസ്സേജ് വരും. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു വിട്ടാൽ മതി. എൻ്റർ അടിച്ചതിന് ശേഷം സേവ് ആവും. എന്താ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്? ആക്ടിവേറ്റ് എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ്. ആക്ടിവേറ്റ് എക്സ്റ്റെൻഡഡ് വിത്തോൾഡിംഗ് ടാക്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. എൻ്റർ അടിച്ച് സേവ് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിത്തോൾഡിംഗ് ടാക്സ് എന്ത് ചെയ്യുന്നത്? ആക്ടിവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്തെന്നുള്ളത്? ഓക്കെ അല്ലേ? ഫാത്തിമ ഓക്കെ ആണോ? ഓക്കെ ആണ്.
നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ലെജർ ക്രിയേഷൻ ആണ് കേട്ടോ. നമ്മുടെ TDS പേയബിൾ ലെജർ ക്രിയേറ്റ് ചെയ്യാൻ പോകാം. ഹെഡിങ് കൊടുത്തോളുക, ക്രിയേറ്റ് ലെജർ TDS പേയബിൾ. ക്രിയേറ്റ് ലെജർ TDS പേയബിൾ. ക്രിയേറ്റ് ലെജർ TDS പേയബിൾ. അപ്പൊ നമുക്ക് TDS പേയബിൾ ഗവൺമെന്റ് അടയ്ക്കണം അല്ലെ. അപ്പൊ അത് നമ്മൾ എന്ത് വേണം, TDS പേയബിൾ എന്നുള്ള ലെജർ വേണം. അപ്പൊ TDS പേയബിൾ എന്നുള്ള ലെജർ ക്രിയേറ്റ് ചെയ്യാം. TDS പേയബിൾ എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഏത് അക്കൗണ്ട് ഗ്രൂപ്പിന്റെ അടിയിലായിരിക്കും വരിക? ലയബിലിറ്റി എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഗ്രൂപ്പിലായിരിക്കും വരിക അല്ലെ. നമ്മുടെ അക്കൗണ്ട് ഗ്രൂപ്പ് ഏതായിരിക്കും? ലയബിലിറ്റി ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു ലെജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടെ ഉണ്ട്. നമ്മൾ നോർമൽ ലയബിലിറ്റി ലെജർ പോലെയല്ല ക്രിയേറ്റ് ചെയ്തത്, ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം ആ വ്യത്യാസം എന്താണെന്നുള്ളത്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ടി കോഡ് FS00. നമ്മൾ ലെജർ ക്രിയേറ്റ് ചെയ്യുന്ന ടി കോഡ് തന്നെയാണ് FS00. അപ്പൊ FS00 നമ്മൾ എന്ത് ചെയ്യുന്നു? ലെജർ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാന്നല്ലേ നോക്കിയാലോ. നമുക്ക് /FS00 എന്റർ അടിക്കാം. നമ്മുടെ കമ്പനി കോഡ് തന്നെയാണ്. ആദ്യം നമുക്ക് ലയബിലിറ്റിയിൽ എത്ര ലെജേഴ്സ് ഉണ്ട്? 1009 വരെ ഉണ്ട്. നമുക്ക് പുതിയൊരു ലെജറും കൂടെ ക്രിയേറ്റ് ചെയ്യാം, 1010. ഓക്കെ, കമ്പനി കോഡ് അടിച്ചു കൊടുത്തു, എന്റർ. അതിനുശേഷം ആദ്യം അക്കൗണ്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്താ? ലയബിലിറ്റി. അക്കൗണ്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ലയബിലിറ്റി. അപ്പൊ ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഇതായിരിക്കും ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഷോർട്ട് ടെക്സ്റ്റ് കൊടുക്കുക. എന്താ ഷോർട്ട് ടെക്സ്റ്റ് കൊടുക്കുക? എന്താ ഷോർട്ട് ടെക്സ്റ്റ്? TDS പേയബിൾ തന്നെ. TDS പേയബിൾ തന്നെ ഷോർട്ട് ടെക്സ്റ്റ് കൊടുക്കുക. ലോങ് ടെക്സ്റ്റിന് അവിടെ എന്ത് ചെയ്യാം? TDS പേയബിൾ തന്നെ കൊടുക്കുക. അതിനുശേഷം കൺട്രോൾ ഡേറ്റയിൽ വരിക. അവിടെ എന്ത് ചെയ്യാം? ബാലൻസിൽ ലോക്കൽ കറൻസി ഓൺലി ടിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ സ്ക്രോൾ ചെയ്യാം. അവിടെ ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് കൂടെ ടിക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ ഒരു എൻട്രിയുടെ കേസ് പറഞ്ഞായിരുന്നു. നമ്മൾ ആദ്യം TDS പേയ്മെന്റിന്റെ എൻട്രി പറഞ്ഞപ്പോ F-07 ഓർമ്മയിലെ. അപ്പൊ F-07 ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഒരു ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കേസിൽ എന്താ? ഈ TDS പേയബിൾ തന്നെയാ, ഓപ്പൺ ഐറ്റം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്ത് ചെയ്യുക? ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് ടിക്ക് ചെയ്യുക. കാരണം ഇത് പേയ്മെന്റ് ചെയ്യുന്നില്ലല്ലോ, പേയ്മെന്റ് ചെയ്യുമെന്നുള്ള അസംഷനിലല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ TDS പേയബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് ടിക്ക് ചെയ്തതിനു ശേഷം ലൈൻ ഐറ്റം ഡിസ്പ്ലേ ടിക്ക് ചെയ്യുക. ദെൻ സോർട്ട് കീ 001 കൊടുക്കുക. ബാക്കിയൊക്കെ സെയിം. എന്താ? ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റില് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G001. അതിലൊരു മാറ്റമില്ല. ജസ്റ്റ് ആ ഒരു ഓപ്പൺ ഐറ്റം മാനേജ്മെന്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്തായി? നമ്മുടെ ലെജർ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. TDS പേയബിൾ ആണ് ലെജർ ക്രിയേറ്റ്. ക്ലിയർ അല്ലേ? ലെജർ ക്രിയേഷൻ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത കോൺഫിഗറേഷനിലോട്ട് പോവാം. അടുത്ത കോൺഫിഗറേഷൻ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ലെജർ എന്ത് ചെയ്യണം? നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അസൈൻ ലെജർ ഫോർ ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ്. Assign ledger for automatic posting. Assign ledger for automatic posting. T code സെയിം ആണ്, SPRO എന്നുള്ള T code ആണ്. അപ്പൊ അതിനകത്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ GST ഇൻപുട്ട്, CGST ഇൻപുട്ട് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന പോലെ തന്നെ ഇതും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ആക്കി വെക്കാം. നമുക്ക് എൻട്രി ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് TDS പേയബിൾ വരണം. ആ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓട്ടോമാറ്റിക് പോസ്റ്റിംഗിൽ അസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ നമ്മുടെ T കോഡ് SPRO ആണ്. SPRO എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമുക്ക് SPRO വെച്ച് കൊടുക്കാം. SPRO അതിനകത്ത് SA preference IMG, then financial accounting new, financial accounting global settings new, then a withholding tax, extended withholding tax. ഇവിടെ വരെ സെയിം ആണ്. extended withholding tax വരെ സെയിം ആണ്. അതിനകത്ത് പോസ്റ്റിംഗ്, എക്സ്റ്റൻഡ് വിത്ത്ഹോൾഡിംഗ് ടാക്സ് കഴിഞ്ഞിട്ട് പോസ്റ്റിംഗ് എടുക്കാം. അതിനകത്ത് അക്കൗണ്ട്സ് ഫോർ വിത്ത്ഹോൾഡിംഗ് ടാക്സ് എടുക്കാം. അക്കൗണ്ട്സ് ഫോർ വിത്ത്ഹോൾഡിംഗ് ടാക്സ് എടുക്കാം. അതിനകത്ത് ആദ്യത്തേത് ഡിഫൈൻ അക്കൗണ്ട്സ് ഫോർ വിത്ത്ഹോൾഡിംഗ് ടാക്സ് ടു ബി പെയ്ഡ് ഓവർ. ഡിഫൈൻ അക്കൗണ്ട്സ് ഫോർ വിത്ത്ഹോൾഡിംഗ് ടാക്സ് ടു ബി പെയ്ഡ് ഓവർ. അതാണ് നമ്മുടെ ഇത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഡേറ്റ ലോക്ക് ആയിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ആ ലോക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അഴിച്ചിടണം. ജസ്റ്റ് ഒന്ന് എൻട്രി അടിച്ച് നോക്കാം. കണ്ടോ, അത് ലോക്ക് ആയി കിടക്കാം. നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലോക്ക് അഴിക്കണം. അപ്പൊ ഞാൻ SM12 പോയിട്ട് ലോക്ക് ജസ്റ്റ് ഒന്ന് അഴിക്കട്ടെ.
ഓക്കെ. ഒന്നുകൂടെ പോവാം. SPRO, SAP reference IMG, then financial accounting new, financial accounting global settings new, then withholding tax, extended withholding tax, then posting, another accounts for withholding tax, first account. Okay, then enter അടിക്കാം. ആദ്യം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് വരും. ചാർട്ട് ഓഫ് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു വിടാം കേട്ടോ. നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചോദിക്കും. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് അടിച്ച് എൻ്റർ അടിക്കുക. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് അടിച്ച് എൻ്റർ അടിച്ചതിന് ശേഷം ആദ്യം ഇതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞ് അക്കൗണ്ടിന് അവിടെ നമ്മുടെ TDS പേയബിൾ എന്നുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, എന്ത് ചെയ്ത് കൊടുക്കുക? TDS പേയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. TDS പേയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. എന്താ സേവ് ചെയ്യേണ്ടത്? അസൈൻ എന്താണ്? അസൈൻ ലെഡ്ജർ ഫോർ ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ്. അസൈൻ ലെഡ്ജർ ഫോർ ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുക. എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ലെഡ്ജർ അസൈൻ ചെയ്യും. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ലെഡ്ജർ അസൈൻ ചെയ്യുന്ന സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഓക്കെ എല്ലാവർക്കും? ഓക്കെ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാം. കോൺഫിഗറേഷൻസ് ഓൾമോസ്റ്റ് തീരാറായി. ഇനി 2 കോൺഫിഗറേഷൻസ് കൂടെ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക. നെക്സ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അപ്ഡേറ്റ് വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ് ഇൻ വെണ്ടർ മാസ്റ്റർ. അസൈൻ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ് ഇൻ വെണ്ടർ മാസ്റ്റർ. അപ്ഡേറ്റ് വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ് ഇൻ വെണ്ടർ മാസ്റ്റർ. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ വെണ്ടർ മാസ്റ്റർ ഡേറ്റയിൽ എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡും ടാക്സ് കീ ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. സോ അത് അപ്ഡേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആണ്. എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കിയാലോ. അപ്പൊ അതിന്റെ ഡീ കോഡ് BP ആണ്. നമുക്ക് എഡിറ്റ് വരുത്തണം. നമ്മുടെ ബിസിനസ് പാർട്ട്ണറിന്റെ ആ ഒരു ഇതിനകത്ത് എഡിറ്റ്സ് വരുത്തണം. അപ്പൊ അത് എഡിറ്റ് വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? BP എന്നുള്ള ഡീ കോഡ് വെച്ച് തന്നെയാണ് എഡിറ്റ് ചെയ്യുക. അപ്പൊ ഇത് ഡീ കോഡ് ചേഞ്ച് ഉണ്ട്. BP എന്നുള്ള ഡീ കോഡ് അടിച്ചു കൊടുക്കുക. ആദ്യം എന്ത് ചെയ്യുക? ഫൈൻഡ് എന്നുള്ളത് ഓർഗനൈസേഷൻസ് ബൈ സെർച്ച് ടേം. കമ്പനി നമ്മുടെ സെർച്ച് ടേം എന്നുള്ളത് നമ്മുടെ കമ്പനി കോഡാണ് നേരത്തെ കൊടുത്തിരുന്നത്. അത് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ 2 കമ്പനീസ് ആണ്, റോംപ്ലറും മെട്രോപ്ലസും. റോംപ്ലർ അല്ല നമ്മുടെ വെണ്ടർ അക്കൗണ്ട് എഡിറ്റ് ചെയ്യുക. കസ്റ്റമർ അല്ല, വെണ്ടർ അക്കൗണ്ട് ആണ് എഡിറ്റ് ചെയ്യുന്നത്. സോ വെണ്ടറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വെണ്ടറിനെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ആദ്യം ഈ ഒരു ചേഞ്ച് മോഡിലോട്ട് മാറ്റാം അല്ലെ. സ്വിച്ച് ബിറ്റ്വീൻ ഡിസ്പ്ലേ ആൻഡ് ചേഞ്ച് കൊടുക്കാം. സ്വിച്ച് ബിറ്റ്വീൻ ഡിസ്പ്ലേ ആൻഡ് ചേഞ്ച്. അതിനുശേഷം ചേഞ്ച് ഇൻ BP റോൾ എന്നുള്ളിടത്ത് എന്ത് ചെയ്ത് കൊടുക്കുക? FI വെണ്ടർ കൊടുക്കുക. FI വെണ്ടർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യുക? കമ്പനി കോഡ് കൊടുക്കുക. കമ്പനി കോഡ് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് വെണ്ടർ വിത്ത്ഹോൾഡിംഗ് ടാക്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. കണ്ടെല്ലാവരും? വെണ്ടർ വിത്ത്ഹോൾഡിംഗ് ടാക്സ് എന്ന് പറഞ്ഞ് കാണാം. അതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് വിത്ത്ഹോൾഡിംഗ് ടാക്സ് ടൈപ്പ് ആണ്. നമ്മൾ നേരത്തെ ടാക്സ് ടൈപ്പ് കൊടുത്തായിരുന്നു. N8 പിന്നെ N9 അത് കൊടുക്കുക. ആദ്യം N8 കൊടുക്കുക, പിന്നെ തൊട്ട് താഴെ N9 കൊടുക്കുക. അതാണ് വിത്ത്ഹോൾഡിംഗ് ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത്. ആദ്യം N8 ഇൻവോയ്സ് പോസ്റ്റിംഗിന്റെ, മറ്റേത് N9 പേയ്മെന്റ് പോസ്റ്റിംഗിന്റെ. അതിനുശേഷം വിത്ത്ഹോൾഡിംഗ് ടാക്സ് കോഡ് ആയിരുന്നു, അതും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? I8 പിന്നെ I9 ആണ് കൊടുത്തിരുന്നത്. അതും കൊടുക്കുക. I8 I9. പിന്നെ സബ്ജക്ട് എന്നുള്ളിടത്ത് 2ഉം ടിക്ക് ചെയ്ത് കൊടുക്കുക. സബ്ജക്ട് എന്നുള്ളിടത്ത് 2ഉം ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ചോദ്യം വന്നിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, റെസിപ്പിയന്റ് നമ്മുടെ 4ാമത്തെ കോളം, ഇതിനകത്ത് CO എന്ന് കൊടുക്കുക. 2 CO കമ്പനി. റെസിപ്പിയന്റ് ടൈപ്പ് ആണ് അടുത്തത്. അപ്പൊ റെസിപ്പിയന്റ് ടൈപ്പ് അടുത്ത് എന്ത് കൊടുക്കുക? CO എന്ന് പറഞ്ഞു കൊടുക്കുക. 2 അത്രേ ഉള്ളൂ. ഈ 4 കൊടുക്കുക. ഈ 4 കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ 4 കൊടുത്ത് സേവ് ചെയ്യാം. ഇത് കൂടാണ്ട് ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ നോട്ട് ചെയ്യുക. അതായത് പാൻ നമ്പറും കൂടെ ഇവിടെ കൊടുക്കാനുണ്ട്. SAP-യില് നിങ്ങൾക്ക് പാൻ നമ്പറും കൂടെ കൊടുക്കാനുണ്ട്.
SAP എന്തും കൂടെ കൊടുക്കാറുണ്ട്, പാൻ നമ്പറും കൂടെ കൊടുക്കാറുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇപ്പൊ പാൻ നമ്പർ കൊടുക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഒരു എഡ്യൂക്കേഷൻ സെർവർ ആയതുകൊണ്ട് നമുക്ക് പാൻ നമ്പർ ഇവിടെ കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് എന്തുണ്ട്, SAP നിങ്ങൾ വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, പാൻ നമ്പർ കൂടെ കൊടുക്കണം. അത് മസ്റ്റ് ആണ്. ഓക്കെ, പാൻ നമ്പർ കൊടുത്താൽ മാത്രമേ DDS എൻട്രി കറക്റ്റ് ആവത്തുള്ളൂ. ഇതിപ്പോ എഡ്യൂക്കേഷൻ സെർവർ ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ പാൻ നമ്പർ കൊടുക്കാൻ ഓപ്ഷൻ ഇല്ലാതെ കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം, പാൻ നമ്പർ കൂടെ കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് കോൺഫിഗറേഷനിലോട്ട് വരാം. എന്താണെന്ന് വെച്ചാൽ നോട്ട് ചെയ്യാം. ലാസ്റ്റ് കോൺഫിഗറേഷൻ, എഡിറ്റ് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G067. എഡിറ്റ് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G067. എഡിറ്റ് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G067. ഇതിന്റെ ടി കോഡ് വരുന്നത് OBC4 ആണ്. അപ്പൊ OBC4 പോയിട്ട് എന്ത് ചെയ്യുക, ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എഡിറ്റ് ചെയ്യുക. പക്ഷെ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ. നമുക്ക് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് ഉണ്ടായിരുന്നില്ലേ, ആ വേരിയന്റ് എന്താണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയണം. അത് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, OBY6 പോയിട്ട് ആദ്യം അത് കണ്ടുപിടിക്കാം. OBY6 പോയിട്ട് ആദ്യം എന്ത് ചെയ്യുക, നമ്മളുടെ വേരിയന്റ് കണ്ടുപിടിക്കാം. ജസ്റ്റ് പൊസിഷൻ കൊടുക്കാം, എന്നിട്ട് കമ്പനി കോഡ് അടിച്ചു കൊടുക്കുക, എന്റർ അടിക്കുക. അതിനുശേഷം നമ്മുടെ കമ്പനി കോഡ് കാണാം, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരെ OBC4 പോവാം. OBC4 പോയതിനു ശേഷം അവിടെ എന്ത് ചെയ്യുക, നമ്മുടെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് കണ്ടുപിടിച്ച് ഗ്രൂപ്പ് എഡിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഒരു മിനിറ്റ് ഒന്ന് ലോഡ് ആവട്ടെ. ആ സമയം കൊണ്ട് സമയം എടുക്കും, വെയിറ്റ് ചെയ്യാം. നോക്കാം. എടുത്തോട്ടെ, അപ്പോഴേക്കും വന്നിരിക്കും. അങ്ങനെയാണ് പൊതുവെ സംഭവിക്കാറ്. അതിന്റെ ഇഷ്ടമില്ല. OBC ഓക്കെ. അപ്പൊ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ്, ഫീൽഡ് സ്റ്റാറ്റസിന്റെ ഇത് വന്നിട്ടുണ്ട്. പൊസിഷൻ കൊടുക്കുക. പൊസിഷൻ കൊടുത്തിട്ട് ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്റർ അടിക്കുക. നമ്മുടെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യുക, ടിക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അറിയാലോ എഡിറ്റ് ചെയ്യാൻ എങ്ങനെയെന്ന് അറിയാലോ. നമ്മള് പേയ്മെന്റ് ടേംസിലൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തായിരുന്നു. അതിനകത്ത് G067 എടുക്കാം. G067 എടുക്കാം. G067. അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ടാക്സസ് എടുക്കാം. അതിനകത്ത് ടാക്സസ് എടുക്കാം. ടാക്സസ് എടുത്തതിന് ശേഷം അതിനകത്ത് വിത്തോൾഡിംഗ് ടാക്സ് കോഡും വിത്തോൾഡിംഗ് ടാക്സ് എമൗണ്ട്സും റിക്വയർഡ് ആക്കാം. വിത്തോൾഡിംഗ് ടാക്സ് കോഡും വിത്തോൾഡിംഗ് ടാക്സ് അമൗണ്ട്സും എന്ത് ചെയ്യുക, റിക്വയർഡ് ആക്കാം. അത് രണ്ട് റിക്വയർഡ് ആക്കിയതിന് ശേഷം സേവ് ചെയ്യാം. അത് രണ്ട് റിക്വയർഡ് ആക്കുക, സേവ് ചെയ്യുക. എന്താ സേവ് ചെയ്യേണ്ടത്, നമ്മള് എന്താ പറയാ, എഡിറ്റ് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്നാണ് കൊടുക്കുക. എഡിറ്റ് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്റർ അടിച്ച് സേവ് ചെയ്യുക. അത്രയും. ഇതാണ് നമ്മുടെ എന്ത് ലാസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞത്, എഡിറ്റ് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്. അതിനകത്ത് വിത്തോൾഡിംഗ് ടാക്സ് കോഡ് വിത്തോൾഡിംഗ് ടാക്സ് എമൗണ്ട്സ് റിക്വയർഡ് ആക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇതെങ്ങനെയാണ് റിക്വയർഡ് ആക്കിയത് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ പോസ്റ്റിങ്ങിലോട്ട് കടക്കാം കേട്ടോ. അപ്പൊ അടുത്ത ഹെഡിങ് കൊടുത്തോളുക, ഇൻവോയ്സ് പോസ്റ്റിംഗ്. നെക്സ്റ്റ് ഹെഡിങ് കൊടുത്തോളുക, ഇൻവോയ്സ് പോസ്റ്റിംഗ്. ഇൻവോയ്സ് പോസ്റ്റിംഗ്. ടി കോഡ് എന്താ, F-43. F-43. അതായത് എന്താ ഇൻവോയ്സ് പോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മള് നേരത്തെ നമ്മൾ എൻട്രി ഇട്ടില്ലായിരുന്നോ? എന്ത് എൻട്രി ഇട്ടത്? ഈ ഒരു എൻട്രി അല്ലെ, കറന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ടി അക്കൗണ്ട് ടു TDS പേബിൾ. കറന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ടി അക്കൗണ്ട് ടു TDS പേബിൾ. ഈ ഒരു എൻട്രി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ F-43 പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ എങ്ങനെയാന്നല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാം, F-43 എടുക്കാം. F-43.
അതിനകത്ത് ആദ്യം നിങ്ങൾ ഡോക്യുമെന്റ് ഡേറ്റ് കൊടുക്കുക. അപ്പൊ ഞാൻ ഡോക്യുമെന്റ് ഡേറ്റ് ഇവിടെ 5-ാം തീയതി കൊടുക്കുകയാണ്. 5/12/2025 കൊടുക്കുകയാണ്. ദെൻ അതിനുശേഷം നമ്മുടെ കമ്പനി കോഡും കറൻസി റേറ്റും കൊടുക്കുക. കമ്പനി കോഡും കറൻസി റേറ്റും കൊടുക്കുക. ദെൻ താഴെ വന്ന് പോസ്റ്റിംഗ് കീ 31 കൊടുക്കുക. ദെൻ അക്കൗണ്ടിനാണ് നമ്മൾ എന്ത് ചെയ്യുക, വെണ്ടർ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. നമ്മൾ പാർട്ടിന് നമ്മൾ എന്ത് ചെയ്യാണ്, ക്രെഡിറ്റ് ചെയ്യാണ്. ബട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, പാർട്ടിയുടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രോംപ്ലർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം എൻട്രി അടിക്കാം. എൻട്രി അടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, എമൗണ്ടിന് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ റെന്റ് എമൗണ്ട് കൊടുക്കാം. അതായത് TDS ഡിഡക്ട് എനിക്ക് മുന്നേ എത്ര എമൗണ്ട് ഉണ്ടായി, എത്ര ഉണ്ടായിരുന്നു TDS ഡിഡക്ട് എനിക്ക് മുമ്പേ 60,000 ഉണ്ടായിരുന്നു അല്ലെ. സോ നമ്മളിവിടെ 60,000 തന്നെ കൊടുക്കും. 60,000. ദെൻ നമ്മുടെ ബിസിനസ് ഏരിയ കൊടുക്കാം. എറണാകുളം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബിസിനസ് ഏരിയ കൊടുക്കാം. ടെക്സ്റ്റിന്റെ അവിടെ എന്ത് ചെയ്യുക, ബീയിങ് എന്താണ്, റെന്റ് ഡ്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. ബീയിങ് റെന്റ് ഡ്യൂ വിത്ത് TDS. ബീയിങ് റെന്റ് ഡ്യൂ വിത്ത് TDS. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ ഐറ്റം എടുക്കാം. അവിടെ പോസ്റ്റിംഗ് കീ 40 കൊടുക്കാം. നെക്സ്റ്റ് ലൈൻ ഐറ്റം എടുക്കാം. അവിടെ പോസ്റ്റിംഗ് കീ 40 കൊടുക്കാം. അത് കഴിഞ്ഞ് അക്കൗണ്ടിന് അവിടെ എന്ത് ചെയ്യുക, റെന്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. പർച്ചേസ് അല്ല ഇവിടെ സെലക്ട് ചെയ്യേണ്ട, റെന്റ് അക്കൗണ്ട് ആണ് സെലക്ട് ചെയ്യേണ്ടത്. നോട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ നിങ്ങൾ റെന്റ് അക്കൗണ്ട് കൊടുക്കുക. റെന്റ് അക്കൗണ്ട്, റെന്റ് എക്സ്പെൻസ്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻട്രി അടിക്കുക. എൻട്രി അടിക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് വിത്തോൾഡിംഗ് ടാക്സ് ബേസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. 2 റോസ് ഇവിടെ കാണാം. അവിടെ വിത്തോൾഡിംഗ് ടാക്സ് ബേസിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഫുൾ എമൗണ്ട് ഇട്ട് കൊടുക്കുക. അതായത് 60,000 തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെയും നിങ്ങൾ 60,000 തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടിടത്തും 60,000 തന്നെ കൊടുക്കുക കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എൻറ്റർ അടിക്കാം. 60,000 കൊടുത്തല്ലോ, ഇനി ജസ്റ്റ് ഒന്ന് എൻറ്റർ അടിക്കാം. എൻറ്റർ അടിച്ച് പിന്നെ ബാക്കി നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എങ്ങനെയാ, എമൗണ്ടിന് അവിടെ സ്റ്റാർ, ടെക്സ്റ്റിന്റെ അവിടെ പ്ലസ്, ബിസിനസ് ഏരിയ എറണാകുളം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ബാക്കി നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. എൻറ്റർ അടിക്കുന്നു. എൻട്രി അടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ സേവ് ചെയ്യാം. അപ്പൊ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം സെക്ഷൻ കോഡ് ഇസ് നോട്ട് കോപ്പി ടു വിത്തോൾഡിംഗ് ടാക്സ് ലൈൻസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് എൻട്രി അടിക്കാം. അപ്പൊ ഇവിടെ അതർ ലൈൻ ഐറ്റംസ് ആണ് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് എൻട്രി അടിച്ചു കഴിഞ്ഞാൽ TDS പേബിൾ 6,000 എന്ന് പറഞ്ഞ് നമുക്ക് കാണാനും പറ്റും. പക്ഷേ നമ്മൾ ഈ ഒരു എൻട്രിക്കകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് TDS പേബിളിൽ അവിടെ വരിക, എന്നിട്ട് ബിസിനസ് ഏരിയയും ടെക്സ്റ്റും കൊടുക്കുക. ബിസിനസ് ഏരിയയും കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ടെക്സ്റ്റിന്റെ അവിടെ പ്ലസ് സൈൻ ഇട്ട് കൊടുക്കാം, എൻറ്റർ അടിക്കാം. എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്യണം. പക്ഷേ ഇതിപ്പോ നിങ്ങൾക്ക് സേവ് ആവത്തില്ല. ഓക്കെ, നിങ്ങൾ TDSനെ എൻറ്റർ ഇടുന്ന സമയത്ത് ഇത് സേവ് ആവത്തില്ല. എന്തുകൊണ്ട് സേവ് ആവത്തില്ല എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ഇതൊരു എഡ്യൂക്കേഷൻ സെർവർ ആണ്. പിന്നെ നമുക്കിവിടെ പാൻ നമ്പർ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, പാൻ നമ്പർ കൊടുക്കാൻ പറ്റില്ല. അതാണ് മെയിൻ റീസൺ. പാൻ നമ്പർ നമുക്ക് എഡ്യൂക്കേഷൻ സെർവറിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എൻട്രി സേവ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, നിങ്ങൾ ടാലിയിലും സോഹോയിലൊക്കെ ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും. അവിടെ നിങ്ങൾ പാൻ നമ്പർ കൊടുത്തില്ലെങ്കിൽ TDS ഡിഡക്ട് ആവത്തില്ല. സോ അതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾ പാൻ നമ്പർ കൊടുത്തില്ലെങ്കിൽ TDSന്റെ എൻട്രി നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. പാൻ നമ്പർ കൊടുത്തില്ലെങ്കിൽ TDSന്റെ എൻട്രി സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ഇപ്പൊ ഒരു എറർ മെസ്സേജ് ആണ്. വാണിംഗ് ആണെങ്കിൽ കൂടി കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എറർ മെസ്സേജ് ആയതുകൊണ്ട് നമുക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇതായിരിക്കും എന്ത് എൻട്രി വരാം. എന്താ, റംബ്ലർ അക്കൗണ്ട് എഫ്റ്റർ ടു റെന്റ് അക്കൗണ്ട് ടു TDS പേയബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് നമ്മുടെ എൻട്രി വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണ് സംസ്കൃട്ടെ? എന്തായാലും ഒന്നും ഇണ്ടാത്ത ഓക്കെ അല്ലേ? ഷിബില, ഫാത്തിമദിന ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഹെഡിങ് കൊടുത്തോളുക, വെണ്ടർ പേയ്മെന്റ്. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, വെണ്ടർ പേയ്മെന്റ്. വെണ്ടർ പേയ്മെന്റ് അതിന്റെ ഡീകോഡ് എന്താ, M-53. M-53 അതായത് നമ്മുടെ ഈ ഒരു എൻട്രി, അതായത് പാർട്ടി അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എൻട്രി നമ്മൾ എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യാണ്. F-53 ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ TDS കുറച്ചുള്ള എമൗണ്ട് വേണം നമ്മൾ കൊടുക്കാൻ. അതായത് 60,000 നിന്ന് TDS 6,000 കുറച്ചിട്ട് ബാക്കി എത്രയുണ്ടോ ആ എമൗണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് എമൗണ്ട് എന്നുള്ള ഫീൽഡിനകത്ത് കൊടുക്കാൻ. അതായത് നിങ്ങൾ F-53 എടുത്തിട്ട് അതിനകത്ത് എമൗണ്ട് എന്നുള്ള കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 54,000 എന്ന് പറഞ്ഞതിനെ കൊടുക്കുക. അതായത് TDS കുറച്ചുള്ള എമൗണ്ട് കൊടുക്കുക 54,000.
അത് കഴിഞ്ഞ് ടി ഡി എസ് പേയ്മെന്റ്, ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ടി ഡി എസ് പേയ്മെന്റ്, മൂന്നാമത്തെ എൻട്രി ടി ഡി എസ് പേയ്മെന്റ്. അതായത് നമ്മൾ ഗവൺമെന്റിന് ടി ഡി എസ് അടയ്ക്കുന്ന എൻട്രി അല്ലെ. എന്താ എൻട്രി? ടി ഡി എസ് പേയബിൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അത് നമ്മൾ എവിടെ പോസ്റ്റ് ചെയ്യും? F-07 പോസ്റ്റ് ചെയ്യും. അവിടെ നിങ്ങൾ എമൗണ്ട് കൊടുക്കേണ്ടത് ടി ഡി എസ് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. അവിടെ എന്താ ഏത് എമൗണ്ട് കൊടുക്കേണ്ടത്? ടി ഡി എസ് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? എൻട്രി ഓക്കെ അല്ലേ എല്ലാവർക്കും? പോസ്റ്റ് ചെയ്യേണ്ടതൊക്കെ എവിടെയെന്ന് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ ആണ്. അപ്പൊ ഇൻവോയ്സ് പോസ്റ്റിംഗ് F-43 അതായത് ഡ്യൂ എൻട്രി F-43, പേയ്മെന്റ് എൻട്രി F-53, പിന്നെ അതിന്റെ ടി ഡി എസ് പേയ്മെന്റ് F-07. ഇതാണ് നമ്മുടെ ടി ഡി എസ് എന്ന ടോപ്പിക്. അതോടെ നമ്മുടെ 2 മേജർ ടോപ്പിക്സ് അവിടെ കംപ്ലീറ്റ് ആയി, ജി എസ് ടിയും ടി ഡി എസും. അപ്പൊ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമുക്ക് കൊച്ചു ടോപ്പിക്സുകൾ നമുക്കുണ്ട്. ക്ലാസ് ഒന്നും തീർന്നിട്ടില്ല, നമുക്ക് ഇനിയും ക്ലാസ്സസ് ഉണ്ട്. ഒരു 6-7 ക്ലാസ്സും കൂടെ നമുക്ക് ഉണ്ടാവും. ആ ക്ലാസ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്തായി SAP കംപ്ലീറ്റ് ആകും. പിന്നെ നിങ്ങൾ ആ ഒരു വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആയിട്ടായിരിക്കും നമുക്ക് SAP എക്സാമുകൾ ഉണ്ടാവുക. സോ മേക്ക് ഷുവർ ദാറ്റ് എന്താണ് എല്ലാവരുടെയും ഫീസ് ഡ്യൂസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാം. രജിസ്ട്രേഷന് എലിജിബിൾ ആയവരെ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് 3 ആഴ്ച മുമ്പെങ്കിലും രജിസ്ട്രേഷന് കൊടുക്കണം. അപ്പൊ ആ ഒരു സമയം അടുത്തിട്ടുണ്ട് രജിസ്ട്രേഷന്റെ. അപ്പൊ കൈൻഡ്ലി എല്ലാവരും എന്ത് ചെയ്യാം? ഇത് ഫില്ല് ചെയ്യാം. ഓക്കെ, ഫീസ് ഡ്യൂസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് എത്ര വേഗം രജിസ്ട്രേഷൻ നടക്കാനുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ഫീസ് ഡ്യൂസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വരാം. ഈ മന്ത് തന്നെ കംപ്ലീറ്റ് ആവശ്യമില്ല, നമ്മൾ അധികം വൈകുന്നില്ല. മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ക്രിസ്മസിന് വെക്കേഷൻ മുമ്പ്, അതായത് ക്രിസ്മസ് വെക്കേഷൻ മോസ്റ്റ് പ്രോബ്ലി ഡിസംബർ 18th or 19th ആണെന്ന് തോന്നുന്നു. സോ 18th മുമ്പേ തന്നെ നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം പ്ലാൻ. അപ്പൊ 18th ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി SAPയുടെ ലാസ്റ്റ് ക്ലാസ് ഉണ്ടാവുക. അപ്പൊ അതിക്ക് മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും എക്സാമിന്റെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ ആ ഫീസ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനത് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്കിനി മൺഡേ കാണാം കേട്ടോ. താങ്ക് യു. PG മാറ്റ് അതോടെ കഴിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലില്ല, നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ PG മാറ്റ് കംപ്ലീറ്റ് ആവത്തൂടെ. ഒരു 2 ടോപ്പിക്സ് ഉണ്ട്, ഒരാഴ്ച 1.5 കൂടി ഉണ്ടാവും എക്സ്ട്രാ. ഓക്കെ, അപ്പൊ ഞാനത് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.